എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വഷളച്ചീര എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. അതിനായി കുറച്ച് ചീര ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതും കൂടി ഇതിൽ മുറിച്ചിടും. ഇതിൻ്റെ തണ്ടടക്കം എടുക്കും. പിന്നെ മൂത്ത തണ്ടാണെങ്കിൽ നമ്മൾ മുരിങ്ങക്കായ മുറിക്കുന്നില്ലേ, അതേപോലെ കുറച്ച് നീളമായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പരിപ്പും എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പരിപ്പ് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം. ഇത് മുമ്പേ ഞാൻ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തണ്ട് കൊടുക്കുമല്ലേ എന്ന്. ഇതിൻ്റെ തണ്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാൽ. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനെ അരക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറേ തേങ്ങയൊന്നും ഇങ്ങനെ ആവശ്യമില്ല പരിപ്പിടുന്നതുകൊണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ്, അധികം എരിവ് വേണ്ട. കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിനെ അരച്ചെടുക്കാം. മസാലയും പരിപ്പും വെന്തിട്ടുണ്ട്. ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിൽ ചേർക്കാം. അങ്ങനെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനെ ഇറക്കി വെക്കാം. ഇതിൽ കടു വറുത്തിട്ട് കൊടുക്കുക. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മൾ രുചികരമായ വഷളയും പരിപ്പും ശരിയായിട്ടുണ്ട്. ഇത് ചപ്പാത്തീൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.